ഗൈസ് എല്ലാവർക്കും സിബി വ്ളോഗ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്ന് കടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ചിലപ്പോഴാണ് കുക്കിംഗ് വീഡിയോ ഉള്ളത്, കാരണം കുറച്ച് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ വിഷയമൊന്നും ഇപ്പോൾ പറയില്ല. അവർക്ക് കടയിലെത്തിയിട്ട് അവർക്ക് സാധനം വാങ്ങിയിട്ട് കട ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ എന്താ പറയുക, കുറച്ചൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടാവും ഗൈസ്. ഈ വണ്ടീൻ്റെ അവിടെ ഒരു കട ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ കടയൊക്കെ വരുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളിതാ കൂടി കടയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കട വരുന്നുണ്ട്. ആ വണ്ടി എടുത്ത് ഒരു കട വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് സാധനം വാങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ബേക്കറി കടയിൽ കയറിയിരിക്കണേ. നമ്മളിതാ മുട്ട ബജി കഴിക്കാനേ കയറി ഗൈസ്. ഞാൻ ചായയും വാങ്ങിയിട്ടുണ്ട്. ഞാൻ മുട്ട ബജിയും ചായയും വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ കടക്കാർ നമ്മൾ ചായയും എന്താ ബജിയും കഴിച്ചിട്ടായിരിക്കും. നമ്മളെ നല്ല വിഷമമുണ്ടായിരുന്നു, വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നേരെ കട പോകുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ അടുത്ത് തന്നെയാണ് കട. നമ്മൾ അത് കഴിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ബാക്കി എന്താ പൈസക്ക് 2 മുട്ടയും വാങ്ങി കഴിച്ചു. അതന്നെ ഞാൻ വീട്ടിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടേ പറയുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് തന്നെ കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഇന്ന് നമ്മളെ യൂട്യൂബിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ എന്താ ചാനലിൽ ആദ്യമായിട്ടല്ലേ നമ്മളെ യൂട്യൂബിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് യൂട്യൂബറിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ, ഇനിയിപ്പോൾ യൂട്യൂബർ അല്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് യൂട്യൂബർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് കേൾക്കൂ ഗൈസ്. നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നങ്ങളാണ്. ഞാൻ നേരിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അതായത്, നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ യൂട്യൂബർ ആണെങ്കിൽ തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്കതിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. കാരണം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, ഒരു മ്യൂസിക് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ, നമ്മളെ വീഡിയോക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ മ്യൂസിക് ഉണ്ടാക്കിയ ആൾക്കാണ് ഇതിൻ്റെ ഇതൊക്കെ പോകുന്നത്, പ്രൈസൊക്കെ ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി എന്താ പറയുക, മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കുക. നമ്മൾ മ്യൂസിക് ഇനിയിപ്പോൾ അഥവാ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഫ്രീ മ്യൂസിക് മാത്രമേ ആഡ് ചെയ്യുക ഗൈസ്. അതായത് ഒരു പാട്ടൊന്നും ഇല്ലാത്ത ഒരു ട്യൂണുള്ള ഒരു മ്യൂസിക് മാത്രമായിട്ട് ആഡ് ചെയ്യുക. അത് പിന്നെ ഇത് ഓരോ ഓണറുണ്ട്, ഓരോ ഓണറായിട്ടാണ് ഇത് ഇരിക്കണത്. അപ്പോൾ നമ്മൾ പരമാവധി മ്യൂസിക് ശരിക്കും ആഡ് ചെയ്യാതിരിക്കുക ഗൈസ്. അപ്പം അതാണ് ഈ യൂട്യൂബിൽ വരുന്ന ഏക പ്രശ്നം. അപ്പോൾ പുതിയ യൂട്യൂബർ ആകാനുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇത് സെക്കൻഡ് ചാനലിൽ ഇടേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ മെയിൻ ചാനലിൽ ഇടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് ക്ലെയിം എന്താണ്, അപ്പോൾ കോപ്പിറൈറ്റ് വന്ന ചാനലിനെ ബാധിക്കുമോ അതോ വീഡിയോക്കാണ് ബാധിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വന്ന ചാനലിനൊന്നും പ്രശ്നമില്ല, പക്ഷേ നമുക്ക് അതിനുള്ള ഒന്നും കിട്ടില്ല ഗൈസ്. വൈറലായാലും നമുക്കൊന്നും ഇല്ല. അപ്പോൾ അതാണ് എന്താ പറയുക, കോപ്പിറൈറ്റ് ക്ലെയിം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പരമാവധി എന്താ പറയുക, മ്യൂസിക് ഒന്ന് ആഡ് ചെയ്യാതെ എഡിറ്റ് ചെയ്യുക ഗൈസ്. അതാണ് ഇപ്പോൾ ഇപ്പോൾ അധികം യൂട്യൂബറൊക്കെ കാണാൻ പറ്റും. എന്താ പറയുക,
മ്യൂസിക്കൊന്നും ഏടിയല്ലേ ഗൈസ്. അത് എന്താ പറയുക, കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ മ്യൂസിക് മാത്രമേ ഏഡ്. അതായത് ട്യൂണ് മാത്രമുള്ള മ്യൂസിക് ഏരിയ. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമൊന്നും കിട്ടില്ല ഗെയ്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഭാവിയിൽ ആകെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അത് വന്നാൽ അതെങ്ങനെ റിമൂവ് ചെയ്യാം. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് അതിനുള്ള പരിവർത്തനങ്ങളിൽ അത് റിമൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഗെയ്സ്. അപ്പോൾ അത് എങ്ങനെ നോക്കാം നമുക്ക്. ഞങ്ങൾക്ക് ഒരു 10-15 വീഡിയോയിലാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിക്കണത് ഈ ഇതിൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഓരോ മ്യൂസിക് കളവണേന്ന് ഏഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതെങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. പക്ഷേ വീഡിയോക്ക് വളരെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആളെന്ന് പറ്റാൻ വിളിച്ചിട്ടാണ് ഞാൻ വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോമിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡിയോ ഉള്ളവർക്ക് എന്തായാലും യൂട്യൂബ് ചാനലിലുള്ളവർക്ക് എന്തായാലും യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാനുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ ഇതൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ ഉണ്ട്. നമ്മളെ വീഡിയോസ് പോവുക ആദ്യം. അപ്പോൾ വരും ഗൈസ്. ഗൈസ്, നമ്മൾ ഇട്ട വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഇട്ട് ഒരു വീഡിയോ എടുക്കുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോക്കൊക്കെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുക്കുക, വീഡിയോ ഒന്ന് എടുക്കുക. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഏഡ് ചെയ്യണം മ്യൂസിക്കാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. ഇതാണ്ടോ, ഇതാ കോപ്പിറൈറ്റ് ക്ലെയിം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിലൊന്ന് പോവുക, രജിസ്ട്രേഷൻ പോവുക. എന്നിട്ട് എന്താ പറയുക, സി ഡീറ്റെയിൽസ് പോവുക. ഗൈസ് വരും. അപ്പോൾ ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനന്ന് പെരുന്നാളിനെടുത്ത വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, ഇത് പബ്ലിക്കാണ്. ചാനലിന് നോൺ എഫക്റ്റ്, പക്ഷേ വരുമാനമൊന്നും കിട്ടില്ല, നമുക്കൊന്നും കിട്ടില്ല ഇതിന്. കണ്ടില്ലേ ഗൈസ്, ഇതിന് എന്താ പറയുക, അത് അവിടെ നിന്ന് ഇട്ടിട്ട് ഉള്ളൊരു മ്യൂസിക്കാണ് സംഭവം. നമ്മളിട്ട മ്യൂസിക്കാണ് കുഴപ്പം. ഏതൊരു മ്യൂസിക് നമ്മൾ ഇട്ടതാണ് കുഴപ്പമില്ല. അവിടെ മ്യൂസിക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്, വീഡിയോ കണക്ട് ചെയ്യും, അതിനെല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ പറയുക, ഇത് സെലക്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് മ്യൂട്ട് സോങ് കൊടുക്കുക ഗൈസ്. മ്യൂട്ട് സോങ് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇങ്ങനെ വരും. നമുക്ക് ആൾ മ്യൂട്ട് വേണോ, നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള മ്യൂട്ട് മാത്രം. നമ്മൾ എല്ലാ സോങ്ങും മ്യൂട്ട് ചെയ്യണോ, അതോ നമ്മളിട്ട ആ സോങ് മാത്രം മ്യൂട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാനിട്ട സോങ് മാത്രമേ മ്യൂട്ട് ചെയ്യണുള്ളൂ. മ്യൂട്ട് ആളെ സൗണ്ട് അത് വേണ്ട ഗൈസ്. അപ്പോൾ എല്ലാവരും പോകും. അപ്പോൾ നമ്മൾ ഇട്ട ഓരോ ഇതാട്ടോ, ഇതിലൊക്കെ ഓരോ മ്യൂസിക് ഉണ്ട്. നമ്മൾ അങ്ങനെ മ്യൂസിക് ഫ്രീ മ്യൂസിക് അല്ല ഏഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ ആൾക്കാർ പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട മ്യൂസിക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിടണം ഗൈസ്. ഇനി കണ്ടിന്യൂ കൊടുക്കുക, എന്നിട്ട് മ്യൂട്ട് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ മ്യൂട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂട്ടിങ് പ്രോസസ്സിങ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് നോക്കണം. അപ്പോൾ പരമാവധി ആരും മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കുക ഗൈസ്. അപ്പോൾ അത് കുറച്ച് ടൈം പിടിക്കും ഗൈസ്. ഇപ്പം എന്താ പറയുക, ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്. കുറേ ടൈം പിടിക്കും, ഞാൻ അധികം ഒന്നും നിൽക്കണില്ല ഇനി. ഇപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കണുള്ളൂ ഗൈസ്.
ഇപ്പോൾ നമ്മളെ പരമാവധി ഒരു മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുക വെച്ചാൽ ഫ്രീ മ്യൂസിക് മാത്രം ആഡ് ചെയ്യുക. മനസ്സിലായില്ലേ? എന്തോ ഒരു മ്യൂസിക്കാണ് ഞാൻ കൊടുത്തത് ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരാനിൽ പിന്നെ 1 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ അതുവരെ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഭാവിയിൽ യൂട്യൂബർ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർക്കണം. അപ്പോൾ ഗൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ എന്താ നമുക്ക് തന്നെ പ്രശ്നം വരിക. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആളെന്ന ബട്ടൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗൈസ് ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുക, വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒരു മ്യൂസിക് നമ്മൾ എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രീ മ്യൂസിക് മാത്രം ആഡ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് കുക്കിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇന്ന് അപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ, വേറൊന്നുമല്ല. അപ്പോൾ ഗൈസ് കുക്കിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ വരാം. അതുവരേക്കും ബൈ ഗൈസ്.